सबको नमस्कार. ഇന്ന് നമ്മൾ ഓം പ്രകാശ് വാത്മീകിയുടെ കഹാനിയായ 25 ചൗക്ക ടേറ്റ്സോ പരിചയപ്പെടുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെം BA കാർക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റോറിയാണ് 25 ചൗക്ക ടേറ്റ്സോ. ആദ്യം നമുക്ക് ഓഥറിനെ കുറിച്ച് പരിചയപ്പെടാം. ओम प्रकाश वात्मीकि एक प्रमुख हिंदी दलित लेखक, कवि और सामाजिक कार्यकर्ता थे. उन्हें जातिगत भेदभाव और भारत में दलित जीवन की वास्तविकताओं के शक्तिशाली और स्पष्ट चित्रण के लिए जाना जाता है. उनकी आत्मकथा जूठन आधुनिक दलित साहित्य में एक मील का पत्थर मानी जाती है. ഓം പ്രകാശ് വാത്മീകി അദ്ദേഹം ഹിന്ദി ദളിത് ലേഖകാണ്, കവിയാണ്, സാമാജിക കാര്യകർത്തയാണ്. അതായത് ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ദളിത് എഴുത്തുകാരിൽ ഒരു പ്രമുഖ വ്യക്തിയാണ് ഓം പ്രകാശ് വാത്മീകി. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ മുഴുവനും ഈ ജാതിപരമായ വ്യത്യാസം, ഭാരതത്തിലുള്ള ദളിതരുടെ ജീവിതം, അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയുടെയൊക്കെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ പേരാണ് ജൂഠൻ. അടുത്തതായി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമുക്ക് പഠിക്കാനുള്ളത് 25 ചൗക്ക ടേറ്റ്സോ. ആദ്യം തന്നെ നമുക്ക് ശീർഷകത്തിലേക്ക് നോക്കാം. 25 ചൗക്ക ടേറ്റ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 4s are 150. 25 ഗുണനം 4 എന്ന് പറയുന്നത് 150. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിലെന്തോ ഒരു നിഗൂഢതയുണ്ട്. 25 × 4 എന്ന് 100 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 150 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ ദളിത് ജീവിതത്തിനെയാണ് ഇദ്ദേഹം ഈ കഹാനിയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിലെ പ്രധാന പാത്രങ്ങൾ 2 പേരാണ്. ഒന്ന് സുദീപ്, പിന്നെ സുദീപിൻ്റെ പിത, അച്ഛനും. तो देखिए 25 चौका टेट्सो ओम प्रकाश वात्मीकि द्वारा लिखित एक प्रसिद्ध कहानी है. ये कहानी दलित समुदाय के पात्र सुदीप और उसके पिता के इर्द गिर्द घूमती है. ഈ സ്റ്റോറി ദളിത് സമൂഹത്തിൽ ജനിച്ച സുദീപും അദ്ദേഹത്തിൻ്റെ അച്ഛനും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ്. जहाँ सुदीप अपने पिता की गणितीय गलती को सुधारने में मदद करता है. ഇതിൽ സുദീപ് തൻ്റെ അച്ഛൻ്റെ ഗണിതപരമായിട്ടുള്ള തെറ്റുകളെ തിരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. और इस तरह वे एक सामाजिक अन्याय से उजागर होता है. ഇതിലൂടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു അന്യായത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കുന്നു. കാരണം അവരെ ചതിച്ച ധോഖേബാജ് സാക്കൂക്കാർ ചൗധരി കി കാരൺ വാധ. അദ്ദേഹത്തിന് അച്ഛനൊരു പിഴവ് പറ്റി. അത് ആ തെറ്റ് ചെയ്തത് ചൗധരി എന്ന് പറയുന്ന ആ സമൂഹത്തിലെ ഒരു മാന്യനാണ്. അപ്പം ഇതുമായിട്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുദീപ് അവൻ്റെ ആദ്യത്തെ സാലറി വാങ്ങിച്ചിട്ട് അച്ഛനെയും അമ്മയും കാണാൻ നഗരത്തിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്ത് വരികയാണ്. യാത്രാമധ്യേ അവൻ അവൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ചും അവൻ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരുന്ന സമയം അവൻ ഓർക്കുകയാണ്, അച്ഛൻ പഠിച്ചിട്ടില്ല, അച്ഛനെ എണ്ണാൻ പോലും ശരിക്കും അറിയില്ല. അപ്പം അങ്ങനെയുള്ള അച്ഛൻ മകൻ നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് സ്കൂളിൽ ചേർക്കുകയും മകൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് പ്രകാരം അവൻ പഠിക്കുന്നു, നന്നായി പഠിക്കുന്നു. പ്രത്യേകിച്ച് ഗണിത വിഷയത്തിന് അവന് നല്ലപോലെ ചെയ്യാൻ സാധിക്കും. അച്ഛനാണെങ്കിൽ എണ്ണാൻ പോലും അറിയില്ല. അപ്പം അങ്ങനെ 4ാം ക്ലാസ് എത്തി. അവനെ 25ൻ്റെ ഗുണനപ്പട്ടിക പഠിക്കാനായിട്ട് അവിടെയുള്ള മാസ്റ്റർ പറയുന്നു. അവൻ വീട്ടിലിരുന്ന് അത് വായ്പാടായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പോൾ 25 × 4 100 എന്നവൻ പഠിച്ചപ്പോൾ അച്ഛൻ അത് തെറ്റാണെന്നും ആ തെറ്റ് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നു. തിരുത്തി എങ്ങനെയാണ് കൊടുക്കുന്നത്? 25 × 4 150 ആണെന്ന് പറയുന്നു. അവൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല. അപ്പം അച്ഛൻ പറയുന്നതാണ് ശരി എന്ന് വെച്ച് സുദീപ് 25 × 4 എന്നുള്ളത് 150 എന്ന് പഠിച്ചു പോകുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ അവൻ എല്ലാം പറയുമ്പോൾ 25 × 4 എന്നുള്ളത്
150 പറഞ്ഞതും എല്ലാവരും ചിരിക്കുന്നു, മാസ്റ്റർ ചീത്ത പറയുകയും ചെയ്യുന്നു. 25 ഗുണനം 4 എന്നുള്ളത് 100 ആണെന്ന് മാസ്റ്റർ തിരുത്തി കൊടുക്കുന്നു. തൻ്റെ അച്ഛൻ കള്ളം പറയില്ല എന്നും തൻ്റെ അച്ഛന് പിഴവ് വരില്ലായിരുന്നും വിചാരിച്ചിരുന്ന സുദീപിന് ഒരു ചതിവ് പറ്റി. അച്ഛൻ എന്തോ പിഴച്ചിട്ടുണ്ട്, എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അന്ന് മുതൽ അവൻ അത് അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അച്ഛൻ എവിടെയാണ് പിഴവ് പറ്റിയതെന്നോ ചിന്തിക്കുമ്പോഴാണ് അവൻ വീണ്ടും ആ കഥകൾ പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നു. അച്ഛൻ്റെ ഇവൻ സുദീപ് ചെറുപ്പമായിരിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു, ഒരു അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാതാവുന്നു. അപ്പോൾ അസുഖം പ്രാപിച്ച അമ്മയെ രക്ഷിക്കാനായിട്ട് അവിടെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞ ചൗധരി സാഹബ്. അദ്ദേഹം പൈസ 100 രൂപ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നു. 4 മാസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ പോകുന്നത്. അപ്പോഴാണ് ഈ 4 മാസത്തെ 25 രൂപ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആകെ 150 രൂപ തരാനുണ്ടെന്ന് പറയുന്നു. അപ്പം അവിടെയാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് 25 ഗുണനം 4 എന്ന് പറയുന്നത് 150 ആണ് എന്ന്. അങ്ങനെ കഹാനി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ കഹാനിയുടെ ശുരുവാത്ത്, സാറാംശിന്റെ ശുരുവാത്ത് എന്ന് പറയുന്നത് സുദീപ് പഹലി തൻക്വാ മിൽത്തി ഹെ, സുദീപിന് ആദ്യത്തെ സാലറി കിട്ടുന്നു. ലേക്കിൻ വ ഇസ് ഖുഷി മേ ബാവജൂദ് അപ്നെ അതീത് കോ യാദ് കർത്താ ഹെ, പക്ഷെ അവൻ ഈ സന്തോഷത്തിൽ അല്ല, അവന്റെ അതീത്, അവന്റെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർക്കുന്നു. യാദ് കർത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നു. അങ്ങനെ ഓർത്തുകൊണ്ട് വരുന്നതാണ് ഈ കഹാനിയുടെ ശുരുവാത്ത്, തുടക്കം എന്ന് പറയുന്നത്. ഇതിലെ മേജർ ആയിട്ട് വരുന്ന ഇഷ്യൂ നമ്മൾ പറഞ്ഞ പോലെ സുദീപ് കാ പിത ചൗധരിക്ക് ധോക്കാ കാ ശിക്കാർ ഹുവാ ഹെ, സുദീപിന്റെ അച്ഛൻ ചൗധരി എന്ന വ്യക്തിയുടെ ചതിവിന് ഇരയാവുന്നു. ക്യോങ്കി ചൗധരിനെ ഉസ്സെ അധിക ബ്യാജ് ലിയാ ഹെ, എന്തുകൊണ്ടെന്നാൽ ചൗധരി അദ്ദേഹത്തിൽ നിന്നും അച്ഛനിൽ നിന്നും അധികമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. പക്ഷെ അത് അച്ഛൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നതും ഈ ശീർഷകത്തിന്റെ ഔചിത്യം എന്ന് പറയുന്നതും ഈ ഭാഗത്താണ് വരുന്നത്. ഗണിതീയ ഗൽത്തി കാ ഖുലാസ, അതായത് ഗണിതപരമായിട്ടുള്ള തെറ്റിന്റെ ഒരു തുറന്നു കാട്ടല്. ജബ് സുദീപ് अपने पिता को पैसे गिनने में मदद करता है तो वह साबित करता है कि 25 times 4 are 100 എന്ന്, 150 അല്ല പകരം 100 ആണെന്ന് തുറന്നു കാണിക്കുന്നു. അതിപ്പോൾ നമ്മൾ പഴയ കഥയിലേക്ക് പോവുകയാണ്. അവനറിയാം ചൗധരി സാഹബ് അച്ഛനെ ചതിച്ചതാണ്, അച്ഛൻ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ സുദീപ് സാലറി കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അമ്മയും ഉണ്ട്, അവൻ ആശീർവാദമൊക്കെ വാങ്ങുന്നു. എന്നിട്ട് അച്ഛനോട് അത് കൗണ്ട് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ അച്ഛന് കൗണ്ടിങ് അറിയില്ല. ആദ്യത്തെ 1-2 കൗണ്ടിങ് കഴിഞ്ഞതും അവന് കൗണ്ട് ചെയ്യാനായിട്ട് അച്ഛന് അറിയുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത്, 25 രൂപയുടെ 4 സെറ്റായിട്ട് അവൻ വെക്കുന്നു. 25 രൂപയുടെ 4 സെറ്റായിട്ട് വെക്കുമ്പോൾ കൗണ്ട് ചെയ്ത് 100 ആണ് എന്ന് അച്ഛനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അച്ഛൻ 150 ആണെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കൗണ്ടിങ് റിപ്പീറ്റ് ചെയ്ത് അവൻ അച്ഛനെ മനസ്സിലാക്കി കൊടുക്കുന്നു. ശരിക്കും 25 ഗുണനം 4 എന്ന് പറയുന്നത് 100 ആണ്, 150 അല്ല. അപ്പൊ അതിലൂടെ അച്ഛൻ മനസ്സിലാക്കുകയാണ് ചൗധരി സാഹബ് തന്നെ ചതിക്കുകയായിരുന്നെന്നും ചതിച്ച് തൻ്റെ കയ്യിൽ നിന്ന് അധികം പണം ഈടാക്കുകയാണെന്നും അതിലൂടെ മനസ്സിലാക്കുന്നു. സുദീപ് ഇത് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. സുദീപിന്റെ സാലറി, അവൻ 4ാം ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഈ തെറ്റ്, അച്ഛന് പറ്റിയ തെറ്റ് അവൻ മനസ്സിലാക്കി അച്ഛന് തിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അവനൊരു ജോലി വാങ്ങിച്ച് അതിന്റെ സാലറിയുമായിട്ട് വന്നിട്ടാണ് പറയേണ്ട. അത്രയും ദീർഘനാൾ വേണ്ടി വന്നു എന്നുള്ളതാണ് ഈ സ്റ്റോറിയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ സാരാംശം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മേജറായിട്ട് ഈ ശീർഷകിൽ പറഞ്ഞത് തന്നെയാണ് 25 ചൗക്ക ടേറ്റ് സൗ നഹി ഹൈ സൗ. അടുത്തത് ഇതിൽ നടക്കുന്ന സാമാജികമായിട്ടുള്ള അന്യായങ്ങളുടെ തുറന്നു കാണിക്കലാണ്. എന്താണ് ഈ ഘടന സാബിത് കർത്തി ഹൈ കി ചൗധരിനെ ദളിതോം കെ സാത്ത് അന്യായ് और ശോഷൺ കിയാ ഹൈ. നമുക്കിതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്, ഈ ഘടനയിലൂടെ ചൗധരിക്ക് അച്ഛന് കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അധികം ഇൻട്രസ്റ്റ് ഈടാക്കി. ഇതിലൂടെ മനസ്സിലാക്കുന്നത് ചൗധരി അവിടെയുള്ള ദളിതരെ ചൂഷണം ചെയ്തും അന്യായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കുക. ചൗധരി എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് പേര് ദളിതരെ ചൂഷണം ചെയ്യുന്നു എന്ന് തുറന്നു കാട്ടലാണ് ഓം പ്രകാശ് വാത്മീകി ഈ കഹാനിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. पिता को अपने विश्वास
में धोखा दिया जाने का एहसास होता है और उसे गहरी मानसिक पीड़ा होती है. ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഈ അച്ഛൻ തനിക്ക് ചൗധരിയോട് വല്ലാത്ത വിശ്വാസമാണ്. അദ്ദേഹം പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോടുള്ള വിശ്വാസം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ സ്റ്റോറിയുടെ എൻഡിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ദളിതര് പതുക്കെ തങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന ചൂഷണങ്ങളെ പതുക്കെ മനസ്സിലാക്കി വരുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഓം പ്രകാശ് വാത്മീകി ഇതിലൂടെ തന്നിട്ടുള്ളത്. ഈ കഹാനിയുടെ മേജർ ആയിട്ടുള്ള 3 പോയിന്റ്സ് ഉള്ളത്. ഒന്ന് സാമാജിക് സൊസൈറ്റിയിലും, പിന്നെ ഒന്ന് സാംസ്കൃതിക് കൾച്ചറിൽ, പിന്നെ ഒന്ന് സാഹിത്യക് ശൈലി. സാഹിത്യക് ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ സ്പേസ്, അതിലുള്ള ആ 3 പ്രത്യേകതകളാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. സാമാജിക് टिप्पणी माने कहानी शिक्षा के अधिकार से वंचित किए जाने और संपन्न वर्ग द्वारा दलितों के शोषण जैसे सामाजिक मुद्दों पर प्रकाश डालती है. ഇതിലൂടെ സ്റ്റോറിയിൽ ശിക്ഷാ കെ അധികാർ, എഡ്യൂക്കേഷൻ റൈറ്റ് എന്നുള്ളത് വഞ്ചിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു ദളിത്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതേപോലെ സമ്പന്നമായ ആൾക്കാർ എത്രത്തോളം ദളിതരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സൊസൈറ്റിയൽ പ്രോബ്ലം ആണ് ഇതിലൂടെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അടുത്തത് सांस्कृतिक महत्व. इसे दलित विमर्श के एक महत्वपूर्ण हिस्सा माना जाता है क्योंकि यह दलितों की संघर्षों और उनके सामने आने वाली चुनौतियों को दर्शाता है. ഇതിലൂടെ കാണിക്കുന്നത് ദളിതന്മാർക്ക് വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ദളിതന്മാർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ വെല്ലുവിളികളെ സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും കാണിക്കുന്നുണ്ട് ഈ സ്റ്റോറിയിലൂടെ. അതുപോലെ തന്നെ വളരെ പ്രതീകാത്മകമായും ഭയങ്കര അട്രാക്റ്റിംഗ് ഭാഷയിലുമാണ് ഓം പ്രകാശ് വാത്മീകി ഈ സ്റ്റോറീനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ 25 ചൗക്ക ടേറ്റ്സോ എന്നുള്ളത് വളരെ 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 റെലവൻ്റ് ആയിട്ടുള്ള ഒരു ദളിത് സാഹിത്യത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിയുന്നു. ധന്യവാദ്.